ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഗാർലിക് സോസാണ്. അത് നമ്മൾ മിക്സിയോ അതുപോലെ കോഴിമുട്ടയോ ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പ് ഞാൻ മിക്സിയിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തണുത്ത പാലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളും അതുപോലെ തന്നെ വിസ്കും വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ പാല് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മയണൈസാണ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കരുത്. ഞാനിപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യായതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഓയിൽ കുറേശ്ശായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല സ്പീഡായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ പതുക്കെ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ടൈം എടുക്കും. ഇപ്പോൾ കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സിയിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാകും. നമ്മളിങ്ങനെ ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സിയിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയമൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറേശ്ശെ ഞാനിങ്ങനെ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേശ്ശെ ഓയിലിങ്ങനെ നൂല് പോലെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പാകത്തിന് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്, ക്രീമായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇത് ആകുമ്പോൾ കുറച്ചുകൂടെ സമയം നമ്മൾ കയ്യിന് ഉള്ളൊരിതുണ്ടാവും. കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ തിക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ടാവും ഇരിക്കുക. അപ്പോൾ നമുക്ക് സോസാണല്ലോ, അപ്പോൾ അത്യാവശ്യം ഡിപ്പ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കാക്കി എടുക്കരുത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. മിക്സിയിൽ ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയണൈസാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഗാർലിക് ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബൗളിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ദിവസമൊന്നും ഇരിക്കൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.